ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും എൻ്റെ ഫാമിലിയും സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കല്ലേ. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നത് ഒരു ഉച്ചനേരത്താണ്. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട് പണി നടക്കണവിടേക്കാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പണിയെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. രാവിലെ നേരത്തെയാണ് കേട്ടോ വരൽ, പക്ഷെ ഇന്നൊക്കെ വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഉച്ചനേരമായി പോകാൻ വേണ്ടിയിട്ട്. അധിക നേരം അവിടെ നിന്നിട്ടൊന്നുമില്ല കേട്ടോ. പണിയെല്ലാം ഒന്ന് നോക്കിയിട്ട് നമ്മൾ അവിടുന്ന് വേഗം തിരിച്ചു പോന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഉപ്പത അവിടെ ബിരിയാണി എല്ലാം ദമ്മിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് ബ്രദറും ഫാമിലിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഉള്ള ഒരു വ്ളോഗായിരിക്കും കേട്ടോ ഇന്നത്തേത്. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കലാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് സൺഡേ എടുത്ത വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ. സൺഡേ മൂന്നാൾക്കും ലീവാണ്. ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇത് ഉപ്പാടെ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ, കുട്ടൻ ബിരിയാണി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇപ്പോൾ ഒരു സ്പെഷ്യൽ സാലഡും കൂടി ഉണ്ടാക്കും കേട്ടോ. ഈ സാലഡും ഈ ബിരിയാണിയും കൂടിയും കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് ടി വിയിൽ ഫോൺ കണക്ട് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടിരുന്നു കേട്ടോ. കുറച്ച് നേരം എല്ലാവരും കൂടിയിട്ട്. എന്നിട്ട് പിന്നെ വൈകിട്ട് നമ്മൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മലമ്പുഴയിൽ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് വന്നതാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ കാണുന്ന കുറച്ച് പൂക്കളും അതൊക്കെ തന്നെ ഉള്ളൂ. ഇത് കാണാനാണോ ഇത്രയും തിരക്ക് എന്ന് തോന്നിപ്പോയിട്ടാ. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ തിരക്ക് കാരണം അധികമൊന്നും ശരിക്കും കാണാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും വലിയ തിരക്കായിരുന്നു കേട്ടോ. ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അല്ലാണ്ട് കാര്യമായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയൊന്നും ഞാൻ കണ്ടില്ല. തിരക്കുള്ളതുകൊണ്ട് തന്നെ റോപ്പ് വേയിലൊക്കെ ഫുൾ ആൾക്കാർ തന്നെ ആയിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ആൾക്കാർ കാണില്ല, ചിലതിലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇത് ഫുള്ളിലും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ ഏറ്റവും പഴക്കം കൂടിയത് നമ്മുടെ മലമ്പുഴത്തെ റോപ്പ് വേയാണ് കേട്ടോ. പിന്നെ ഇതാ കാണുന്ന ഡാമിൻ്റെ മുകളിലൊക്കെ ഫുൾ ആൾക്കാരായിരുന്നു കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഡാമിൻ്റെ മുകളിലുള്ള ആ ഒരു തിരക്കും ഇതൊക്കെ. പിന്നെ നമ്മൾ ഡാമിൻ്റെ മുകളിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. ഫുഡ് ഫെസ്റ്റും സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സ്റ്റേജ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോൾ പാട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ അങ്ങനെ കുറച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കളിക്കണയിൽ ആ ലാസ്റ്റ് കളിക്കുന്ന പിങ്ക് ബ്രദറിൻ്റെ കുട്ടിയാണ് കേട്ടോ.
നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കലാഭവൻ മണിൻ്റെ പാട്ടുകളൊക്കെ ആയിരുന്നു. പക്ഷെ സൗണ്ട് കൊടുക്കാത്തത് കോപ്പിറൈറ്റ് വരും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇതാണ് കേട്ടോ മലമ്പുഴൻ്റെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ശരിക്കും വേലയ്ക്ക് ഈ ഒരു സമയത്ത് വേണം കേട്ടോ കയറാൻ. അപ്പോഴാണ് ആ ലൈറ്റും ബാക്കിയെല്ലാം കാണാൻ നല്ല രസം ഉണ്ടാവുള്ളൂ. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ എല്ലാവരും അവിടുന്ന് ഓരോ ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടാ. അവിടുന്ന് പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഫുഡ് മന്തിയാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ പോയത്. പിന്നെ ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് മജ്ലിസാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ടേബിളിനേക്കാളും ഒന്നുകൂടി നല്ലത് മജ്ലിസാണെന്ന് തോന്നും കേട്ടോ. പിന്നെ ഫാമിലി ആയിട്ട് വരുമ്പോൾ എപ്പോഴും ഇതെടുക്കുമ്പോൾ തന്നെ ആ ഒരു പ്രൈവസിയും നല്ലൊരു രസമായിരിക്കും കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫർസി കുഴിമന്തിയിലായിരുന്നു കേട്ടോ, പാലക്കാടുള്ളതിന്. ഇവിടുത്തെ ഹണി ചിക്കന് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനും ഉമ്മയും ഹണി ചിക്കനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ, ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞത് നോർമൽ അൽഫാം മന്തിയില്ലേ അതന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു, ബൈ ബൈ.